അമിത്ഷായെ പറ്റിക്കാൻ നോക്കി മാവോയിസ്റ്റുകൾക്ക് ഉഗ്രൻ പണി കൊടുത്ത സൈന്യം. മാവോയിസ്റ്റുകളുടെ ഭൂഗർഭ ആയുധ നിർമ്മാണ ഫാക്ടറി കണ്ടെത്തി സൈന്യം തകർത്ത് തരിപ്പണമാക്കി. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരുന്ന ടൺ കണക്കിന് ആയുധ നിർമ്മാണ സാമഗ്രികളും സ്ഫോടക വസ്തു നിർമ്മാണ ഉപകരണ സേനകളും സേന പിടിച്ചെടുത്തു. മാവോയിസ്റ്റ് ഭീകര ശൃംഖലയ്ക്ക് കനത്ത പ്രഹരമാണ് സുരക്ഷാ സേനയുടെ അതിസാഹസികമായ ഈ ഓപ്പറേഷൻ. നടന്നത് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി വനമേഖലയിലാണ്. ഈ വനമേഖലയിൽ വർഷങ്ങളായി വളരെ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഒരു ആയുധ സംഭരണ കേന്ദ്രമാണ് പോലീസും സിആർപിഎഫും ചേർന്ന് തകർത്തത്. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരുന്ന ടൺ കണക്കിന് ആയുധ നിർമ്മാണ സാമഗ്രികളും സ്ഫോടക വസ്തു നിർമ്മാണ ഉപകരണങ്ങളുമാണ് സേന പിടിച്ചെടുത്തത്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂൺ 26-ന് ആരംഭിച്ച വ്യാപക തെരച്ചിൽ ആ ദൌത്യത്തിനൊടുവിലാണ് ബാൽബേദ് വനമേഖലയിൽ രഹസ്യ കേന്ദ്രം കണ്ടെത്തിയത്. ഗഡ്ചിരോളി പോലീസിന്റെ പ്രത്യേക സംഘങ്ങളും സിആർപിഎഫും ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. തിരച്ചിലിൽ 5 മുതൽ 6 ടൺ വരെ ഭാരമുള്ള ലാബ് മെഷീൻ, 220-ലധികം തോക്കുകളുടെ ബാരലുകൾ, 150ഓളം ക്ലെയ്മോർ, ഗ്രാനേഡ് ലോഞ്ചർ നിർമ്മാണ പൈപ്പുകൾ, ഡ്രില്ലിംഗ് മെഷീനുകൾ, ഗ്രൈൻഡറുകൾ, ജനറേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ബാറ്ററികൾ, വെൽഡിംഗ് ഉപകരണങ്ങൾ തുടങ്ങി ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ നിരവധി സാമഗ്രികൾ കണ്ടെത്തി. സുരക്ഷാ സേനയുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് ഇത്തരം ഒരു സംവിധാനം ഭീകരർ ഭൂമിക്കടിയിൽ ഒരുക്കിയത്. ഭാവിയിൽ സേനയ്ക്കെതിരെ വൻ ആക്രമണങ്ങൾ നടത്തുന്നതിനായി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കാനായിരുന്നു ഈ കേന്ദ്രം ഉപയോഗിച്ചിരുന്നത് എന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡിന്റെ പരിശോധനയ്ക്ക് ശേഷം പിടിച്ചെടുത്ത യന്ത്ര സാമഗ്രികളും ആയുധ നിർമ്മാണ സംവിധാനങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നശിപ്പിച്ചു. മാവോയിസ്റ്റ് ശൃംഖലയെ പൂർണ്ണമായി തകർക്കാനുള്ള നടപടികൾ തുടരുമെന്നും വനമേഖലകളിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും സുരക്ഷാ സേന അറിയിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റുകൾക്കെതിരായ സംയുക്ത ഓപ്പറേഷനുകൾ സൈന്യം ശക്തമാക്കിയിട്ടുണ്ട്. നിരവധി ഉന്നത നേതാക്കളെ വധിക്കുകയും വൻ ആയുധ ശേഖരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകര ശൃംഖലയ്ക്ക് തുടർച്ചയായ തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂൺ 26-നാണ് വ്യാപക തിരച്ചിൽ ദൌത്യം ആരംഭിച്ചത്. ബാൽബേദ് വനമേഖലയിലെ രഹസ്യ കേന്ദ്രം വർഷങ്ങളോളം അവിടെ ഉണ്ടായിരുന്ന ഒരു രഹസ്യ സങ്കേതമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഭൂമിക്കടിയിലെ കേന്ദ്രം തകർത്തതിലൂടെ മാവോയിസ്റ്റുകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് തകർക്കാൻ സൈന്യത്തിന് സാധിച്ചത്. സുരക്ഷാ സേനയുടെ കണ്ണിൽപ്പെടാതിരിക്കാനാണ് ഭൂമിക്കടിയിൽ ഇത്തരമൊരു സംവിധാനം ഭീകരർ ഒതുക്കിയത്. കാരണം മാർച്ച് 31, 2026 മാർച്ച് 31 അമിത്ഷായുടെ അന്ത്യശാസനം നൽകിയ ദിവസമായിരുന്നു. ഭൂമുഖത്തു നിന്ന് തന്നെ മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കും എന്നായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. ഇതനുസരിച്ച് പല മേഖലകളിലും ഒഡീഷ, ഛത്തീസ്ഗഡ് അതുപോലെയുള്ള പല മേഖലകളിലും നിരവധി മാവോയിസ്റ്റുകളുടെ ശൃംഖലകൾ തന്നെ സൈന്യം തകർത്തിരുന്നു. എന്നാൽ ഭൂമിക്കടിയിൽ ഇത്തരം ആയുധ സങ്കേതങ്ങൾ ഗഡ്ചിരോളി വനമേഖലയിൽ മാത്രമല്ല, ഇനിയും വേറെയും പല വനമേഖലകളിലും ഇത്തരം ഒരുക്കിയിരിക്കും എന്നും സൈന്യം നിഗമനം നടത്തുന്നുണ്ട്. എന്തായാലും 2026 മാർച്ച് 31-ന് മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം ഭാരതം കൈവരിച്ചു എങ്കിലും മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ വീണ്ടും പുനഃസംഘടിക്കുന്നു എന്നുള്ളത് സൈന്യം തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റുകൾ ശക്തമായി പുനഃസംഘടിക്കുന്നു എന്നാണ് വിവരങ്ങൾ. എന്തായാലും സൈന്യം കടുത്ത ജാഗ്രതയിലാണ്. സൈന്യം മാവോയിസ്റ്റുകളുടെ ഓരോ നീക്കവും മണത്തറിയാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.